തുണി പറിച്ചടി ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. അവൻ വാള് വീശി വന്നപ്പോ ഒരു കാറ്റുയർന്നു സാർ. എന്തൊക്കെ ബഹളമായിരുന്നു. നാഷണൽ സ്പീക്കറാണ്. ഞാനും ഉണ്ട്. അവിടെ ഒരാളിരിക്കണ്ട, അവിടെ ഒരാളിരിക്കണ്ട. വൻ മോട്ടിവേഷനാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ധൈര്യമായി തോറ്റോണ്ടിരിക്കുകയാണ്. പക്ഷെ തിരിച്ചു വരും. റെസീലിയൻസ് വീണ്ടെടുത്തത് വീണ്ടും എഴുന്നേറ്റ് കളിക്കാം. പൊളിക്കും ഞാൻ. ത്രോ ചെയ്തിട്ട് കറക്റ്റ് സ്റ്റമ്പ് കൊള്ളിച്ചിട്ട് വിക്കറ്റ് ആയത് നീ കണ്ടില്ലല്ലോ. നീ ഞാൻ ഔട്ടാവുന്ന മാത്രം എടുത്തടാ. പോയി ചത്തുടടാ. Rewind the incidents, man. 26 കൊല്ലത്തിന് ശേഷം ക്രിക്കറ്റ് കളിയാണ്. കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. മാരക തോൽവിയായിരുന്നു. 3 കളി പക്ഷെ ജയിച്ചു. ഒരു കളിയിൽ ബൗൾഡായി. മറ്റുള്ളവരെ കുറച്ച് റണ്ണൊക്കെ എടുത്തു. അയ്യോ, ആദ്യത്തെ ടർഫ് എക്സ്പീരിയൻസാ ഇത്. കളിക്കണം ജെൻസി പിള്ളേരുണ്ടല്ലോ മുത്താട്ടാ. ഞങ്ങൾ 80s വസന്തങ്ങൾക്ക് പറ്റൂല അത്. വീഡിയോന്റെ ഔട്ട് വരുമ്പോ ഞങ്ങൾ ജയിച്ച പോലെ വരണട്ടാ. ഞങ്ങൾ ജയിച്ച പോലെ ഈ ലോകം വളരെ ക്രൂരമാണ്. ജയിച്ചവരുടെ കൂടെ മാത്രമേ ആളുകളുള്ളൂ. ജയിപ്പിച്ചവർക്ക് ഇവിടെ ഒരു വിലയില്ല. ആ ടീമിനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചതാണ്. എന്നിട്ട് പുല്ല് വിലയില്ല. ഞങ്ങൾ ജയിച്ചവർക്ക് ഒരു വിലയില്ല ഈ നാട്ടിൽ. നിങ്ങളത് മനസ്സിലാക്കണം. ആ ടീമിനെ ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ട് ജയിപ്പിച്ചതെന്നറിയോ? 14-13 റണ്ണിനാണ് ഞങ്ങൾ ജയിപ്പിച്ചത്. സങ്കടമുണ്ട് പോയി, സങ്കടമുണ്ട്. ജയിപ്പിച്ചവർക്ക് ഈ ലോകത്ത് ഒരു വിലയില്ല. ജയിച്ചിട്ട് എന്തുണ്ടാക്കാല പറയാൻ വേണ്ടി മാത്രം. ജയിച്ചവൻ എന്നും ജയിച്ചവനാ. പക്ഷെ ജയിപ്പിച്ചവൻ പുറകിൽ നിന്നിട്ട് കളിക്കുക. ഞങ്ങൾ ജയിപ്പിച്ചു നിങ്ങളുടെ ഞങ്ങൾ പോവും. പക്ഷെ തോറ്റ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അതെ, ഞങ്ങൾക്ക് നടക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാ കാശുമില്ല. അതെ.